ആമഴഞ്ചാൻ തോട്ടിൽ വീണ് കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തി. കാണാതായി 46 മണിക്കൂറിന് ശേഷം പഴവങ്ങാടി തകരപ്പറമ്പിന് പുറകിലെ കനാലിൽ മാലിന്യങ്ങൾക്കിടയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ മഴ പെയ്തതോടെ മൃതദേഹം ഇവിടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു എന്നാണ് നിഗമനം. ജോയിക്കായുള്ള നാവികസേനയുടെ തിരച്ചിൽ രാവിലെ തന്നെ തുടങ്ങി. ഇതിനിടെ തകരപ്പറമ്പിലെ കനാലിൽ ഒരു മൃതദേഹം ലഭിച്ചതായി സബ് കളക്ടർക്ക് വിവരം ലഭിക്കുന്നു. മാലിന്യ കൂമ്പാരത്തിനിടയിൽ ജീർണിച്ച് കമിഴ്ന്നു കിടക്കുന്ന മൃതദേഹം ആദ്യം കണ്ടത് നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികൾ. നിർദ്ദേശമുണ്ട് അതിങ്ങനെ ഒന്ന് നോക്കുക. അങ്ങനെ നോക്കി വന്നപ്പോൾ ഒരു സംശയമായിരുന്നു. കഴിച്ച് വേറെ വേസ്റ്റല്ലോ, അങ്ങനെ തുണി കിടക്കുകയായിരുന്നു. ആ തുണി ഇങ്ങനെ മാറ്റി നോക്കിയപ്പോൾ ഇത് നമ്മൾ കണ്ടു. ഏത് നിലയിലായിരുന്നു കമന്ന് കിടന്നു. റെയിൽവേയിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുന്നത് ഇവിടേക്കാണ്. വിവരമറിഞ്ഞ് കൗൺസിലർ സ്ഥലത്തെത്തി മേയറെയും ഫയർഫോഴ്സിനെയും വിളിച്ചു വരുത്തി. ഒരു 8 മണിക്കോടുകൂടി ബോഡി കണ്ടെത്തി എന്ന് ഒരാൾ ഫോൺ ചെയ്ത് പറഞ്ഞാൽ ഞാൻ ഓടി വന്നത്. അങ്ങനെയാണ് ഞാനിത് കാണുന്നത്. അവരും കണ്ടു, ഞാനും കണ്ടു. ആദ്യമായിട്ട് ഞാനാണ് അപ്പോൾ മേയറെ വിളിക്കുന്നത്. മെഡിക്കൽ കോളേജിലെത്തിച്ച മൃതദേഹം അമ്മ തിരിച്ചറിഞ്ഞതോടെ ജോയിയുടേതെന്ന് തന്നെ ഉറപ്പിച്ചു. നമ്മൾ 2 ദിവസമായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്ന റെയിൽവേയുടെ കരാർ പ്രകാരം ആമഴഞ്ചാൻ തോടിൻ്റെ ഭാഗം ശുചീകരണം നടത്തിക്കൊണ്ടിരുന്ന നമ്മളെല്ലാവരും കാത്തിരുന്ന ജോയി എന്ന വ്യക്തിയാണ് ഇവിടെ മരണപ്പെട്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തോടൊപ്പം ആ സമയത്ത് ജോലിയുടെ ഭാഗമായിരുന്ന മറ്റു തൊഴിലാളികളും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. 46 മണിക്കൂർ നീണ്ട ശ്രമങ്ങൾക്കൊടുവിൽ മൃതദേഹം കണ്ടെത്തുമ്പോൾ പരസ്പരം മാലിന്യമെറിഞ്ഞ് അനാസ്ഥയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടുകയാണ് റെയിൽവേയും നഗരസഭയും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.